എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2024 മുകളിൽ ബജാജിൻ്റെ ഫ്രീഡം മോട്ടോർ സൈക്കിളാണ് നമ്മൾ കൊണ്ടുവരിക്കുന്നത്. 125cc എന്നല്ല, ഓൾ ഓവർ ഇന്ത്യയുടെ മോട്ടോർ സൈക്കിളിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പെട്രോൾ പ്ലസ് CNG ഫ്യൂവലിൽ ഓടുന്ന ഏക മോട്ടോർ സൈക്കിളാണ് നമ്മുടെ 2024 മുകളിൽ ബജാജ് ഫ്രീഡം എന്ന് പറയുന്ന ഈ മോഡൽ. അപ്പോൾ ഇതിന് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം 51ഓളം അഡീഷണൽ ഫീച്ചേഴ്സ് കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ മെമ്പർ ആയിക്കോട്ടെ. ഫുൾ ഫ്രീ ആണ്, പേയ്മെൻറ്റ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കം. ഈ വാഹനം ഇറങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ പ്രേമോ കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ഡൗട്ട്സ് കമ്പനിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് വന്നിരുന്നു, ഇത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടക്കം തന്നെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിങ്ങൾ ആദ്യമായിട്ട് എടുത്ത് കാണുന്നത് ഇതിൻ്റെ ഈ ഒരു ബാർ ഹാൻഡിലാണ്. പുതിയ ടൈപ്പ് നമ്മുടെ സ്പ്ലെൻഡറിലൊക്കെ അഡീഷണൽ ആക്സറി ഫിറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള ബാർ ഹാൻഡിൽ വരുന്നുണ്ട്. ചെറിയ ഒതുങ്ങി ഒരു ഫുൾ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് LED അല്ല, ഇതിൽ ഹാലജൻ ബൾബ് യൂസ് ചെയ്തുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതിൻ്റെ താഴെയായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഫുൾ LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ ലോ ബീമും ഹൈ ബീമും കൂടാതെ പാർക്ക് ലൈറ്റ്സ് അല്ലെങ്കിൽ DRLs എല്ലാം തന്നെ ഫുൾ LED ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല വൈറ്റ് കളറുള്ള അടിപൊളി പ്രകാശം തന്നെയാണ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നത്. ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. നമുക്ക് രണ്ട് സൈഡും ഹാലജൻ ബൾബുകളാണ് ഇൻഡിക്കേറ്റേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റും തന്നെ ഒരു സിൽവർ റൗണ്ടിലൊരു പോർഷൻ കാണുന്നുണ്ട്. അത് വാഹനത്തിൻ്റെ ചേസസ് ആണ്. ഇപ്പോൾ ഫ്രണ്ടിലുള്ള കൊളിഷൻസിനെ തടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ കൊളിഷൻ്റെ എനർജി കുറക്കാനായിട്ടാണ് ഇങ്ങനൊരു ചേസിൻ്റെ പോർഷൻ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. CNG ടാങ്കിന് അത്ര സേഫ് ആക്കാനായിട്ട്. CNG ടാങ്ക് വളരെ സേഫായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 4 സൈഡിൽ നിന്ന് ഇമ്പാക്റ്റ് വന്നാൽ പോലും ടാങ്കിനോ നിങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. വാഹനത്തിൻ്റെ ഫ്രണ്ട് ടെലസ്കോപ്പിക് ഷോക്കപ്പാണ്, സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് തന്നിട്ടുണ്ട് നല്ല സേഫായിട്ടിരിക്കാനായിട്ട്. ഡ്യുവൽ ടോൺ കളറിലുള്ള മഡ് ഗാർഡ്സാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് ലഭിക്കുന്നത്. MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. 270 mm ഡിസ്ക് ബ്രേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള സിംഗിൾ കാലിപ്പറാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ASP ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഹോണ്ടയിലൊക്കെ വരുന്ന പോലെ തന്നെ കോംബി ബ്രേക്ക് എന്ന് പറയാം. ഫ്രണ്ടും ബാക്കും പ്രൊപ്പോർഷണലായിട്ട് ഒരുമിച്ച് ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. 90-80-17 ട്യൂബ്ലെസ് ടയേഴ്സാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് അലോയ് വീൽസ് വരുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഡ്യുവൽ സ്പോക്ക് വെച്ചുള്ള അലോയ് വീൽസാണ് വരുന്നത്. അതിൽ സ്പോർട്ടി ലുക്ക് കിട്ടാനായിട്ട് റെഡ് ഗ്രാഫിക്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാഹനത്തിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളെല്ലാം നോക്കാം. വാഹനത്തിൻ്റെ ടോട്ടൽ വെയ്റ്റ് 149 കിലോഗ്രാമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm. സീറ്റിൻ്റെ ഹൈറ്റ് 825 mm. താഴെ നിന്നുള്ള സീറ്റ് ഹൈറ്റ് വരുന്നത്. സീറ്റിൽ 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഈ സെഗ്മെൻറ്റിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സീറ്റ് ലെങ്ത്ത് വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെ പറയാം. 2 പേർക്ക് ഇരിക്കാം, 3 പേർക്ക് വേണമെങ്കിൽ നല്ല വലിപ്പമുള്ള സീറ്റാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യൂൾ ടാങ്കാണ്. നമുക്ക് 2 ലിറ്റർ പെട്രോളും 2 ലിറ്റർ CNGയും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. പെട്രോൾ മൈലേജ് വരുന്നത് 65 പെർ ലിറ്ററാണ്. CNG ആണെങ്കിൽ നിങ്ങൾക്ക് 100 to 108 വരുന്നത്. നമുക്ക് ആവറേജ് ഒരു 100-102 കൂട്ടിയാൽ പോലും 1 ലിറ്റർ CNG നമുക്ക് സുഖമായിട്ട് ഓടിച്ച് നോക്കാം. ഇതാണ് ഫ്യൂൾ ടാങ്ക്. പെട്രോൾ ടാങ്ക് വരുന്ന ഇതാണ്. അതിന് തൊട്ടിപ്പുറത്ത് ഓറഞ്ച് ടോപ്പ് വരുന്നതാണ് CNG ടാങ്ക്. നമുക്ക് 2 ലിറ്റർ CNGയും 2 ലിറ്റർ പെട്രോൾ നമുക്ക് ആവശ്യം പോലെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എടുത്ത് പറയേണ്ടത്, ഇതിൻ്റെ ഞാൻ സീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് CNGയുടെ ടാങ്ക് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, എത്രത്തോളം സേഫ് ആണെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് സീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഇതുണ്ടോ ഈ നടുവിൽ കാണുന്ന ആ വൈറ്റ് പോർഷൻ കണ്ടോ, വലിയൊരു ടാങ്ക് വരുന്നുണ്ട്. ഇതാണ് CNG ടാങ്ക്. 2 ലിറ്ററിൻ്റെ കപ്പാസിറ്റി. അതിന് തൊട്ട് മുകളിലായിട്ടാണ് ബാറ്ററി വരുന്നത്. ഫ്യൂസ് ബോക്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഈ സിൽവർ പോർഷൻ കണ്ടോ, അതിന് ചുറ്റും 4 പാടും പോയിരിക്കുന്നത് ഫുൾ ചേസസ് ആണ് വണ്ടിയുടെ. അത്ര സേഫായിട്ടാണ് ഈ വണ്ടിയിൽ CNG ടാങ്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഓൾറെഡി യൂട്യൂബിലൊക്കെ മറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം. ട്രക്കൊക്കെ ഇങ്ങനെ മേളിൽ കൂടെ കയറ്റി പോവുകയാണ്. എന്നിട്ട് പോലും CNG ടാങ്ക് പൊട്ടുകയും അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നൊരു വാഹനമാണ് ഈ പറയുന്ന ബജാജിൻ്റെ ഫ്രീഡം എന്ന് പറയുന്ന ഈ മോട്ടോർ സൈക്കിൾ. നിങ്ങൾക്ക് ഏകദേശം 1.44 അടുത്ത് കൊണ്ടോട് കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ നല്ലപോലെ മൈലേജ് കിട്ടും. മെയിനായിട്ട് ഡെയിലി നല്ല ഓട്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന കൂട്ടുകാർക്കെല്ലാം പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസും കൂടി ഒന്ന് പറയാം. സ്വിച്ചസ് ഒന്ന് പരിചയപ്പെടുത്തരാം. ഫുൾ പുതിയ ടൈപ്പ് സ്വിച്ചസ് ആണ് വരുന്നത്. പാസ് ബട്ടൺ, ഇത് ഫ്യൂൽ സെലക്ട് ചെയ്യുന്നത്. CNG പെട്രോൾ നമുക്ക് ഓട്ടത്തിൽ തന്നെ മാറ്റാവുന്നതാണ്. അതിൻ്റെ താഴെ റൗണ്ടിൽ കാണുന്ന കോൾ ബട്ടണാണ്. ഫോൺ നമ്മുടെ വണ്ടിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടത്തിൽ ഫോണിൽ കോൾ വന്നാലും എടുത്ത് സംസാരിക്കാം. അതിൻ്റെ താഴെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമ്മുടെ ഹോണ്ട ബട്ടൺ വരും. ഇപ്പുറത്തെ സൈഡിൽ വണ്ടി സ്റ്റാർട്ട് ആക്കാനുള്ള സ്വിച്ച് മാത്രം വരുന്നുള്ളൂ.
വളരെ യുണീക്കായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ നല്ല ഒതുങ്ങിയ നല്ല ഭംഗിയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ മീറ്ററാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് അടക്കം ഫുൾ സപ്പോർട്ട് വരുന്നുണ്ട്. കോള്, SMS, മൊബൈൽ ചാർജ്, അതുകൂടാതെ നെറ്റ്വർക്ക് എല്ലാം തന്നെ നമുക്ക് ഇതിൽ കാണിക്കാവുന്നതാണ്. കൂടാതെ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി, ആവറേജ് ഫ്യൂൽ എക്കോണമി എല്ലാം തന്നെ കാണിച്ചു വരുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മൈലേജ് കിട്ടുന്നതെന്ന് കാണിക്കും. ലാസ്റ്റ് റണ്ണിൽ എത്ര മൈലേജ് കിട്ടുന്ന എല്ലാം വണ്ടിയിൽ കാണിച്ചു തരും. ടൈം, അതുപോലെ തന്നെ ക്ലോക്ക് സപ്പോർട്ടുണ്ട്. പിന്നെ 2 ഫ്യൂലിനും CNG ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം അളവ് ഡിജിറ്റലായിട്ട് നമുക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മേളിലായിട്ട് ടൈം, ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും മേളിൽ ലൈറ്റ്സ് ആയിട്ട് ന്യൂട്രൽ ലൈറ്റ്, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്, ലോ ഫ്യൂവൽ, ഇൻഡിക്കേറ്റർ, ഡിമ്മ്, ബ്രൈറ്റ് എല്ലാം തന്നെ നമുക്ക് വണ്ടിയിൽ കാണിച്ചു തരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഡിജിറ്റൽ മീറ്ററിൽ വരുന്ന കാര്യങ്ങൾ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മീറ്ററാണെന്നാൽ അത്യാവശ്യം നല്ല ഫീച്ചറിലോടായിട്ടുള്ള മീറ്ററാണ് നമുക്ക് കമ്പനി തരുന്നത്. ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് പോകാം. വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിരുന്ന കാര്യമാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. ഇത് CT 125Xൽ വരുന്ന എഞ്ചിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, ഇത് എക്സ്ട്രീംലി പുതിയൊരു എഞ്ചിനാണ്. ബജാജിൻ്റെ മറ്റൊരു മോട്ടോർ സൈക്കിളും ഈ എഞ്ചിൻ വരുന്നില്ല. ഫസ്റ്റ് ടൈമായിട്ട് ഫ്രീഡത്തിലാണ് അവർ ഈ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെയും ഹെഡിൻ്റെയും പ്ലേസിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നല്ല വെർട്ടിക്കലായിട്ടുള്ള പ്ലേസിങ്ങാണ്. വെർട്ടിക്കൽ ഗ്ലാമറിലൊക്കെ വരുന്ന പോലെ വെർട്ടിക്കലായിട്ടുള്ളൊരു പ്ലേസിങ്ങാണ് വന്നിരിക്കുന്നത്. നല്ല ചെറിയ ഒരു എന്താ പറയുക എഞ്ചിൻ കവളും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ സെൻസർ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. എഞ്ചിൻ്റെ കപ്പാസിറ്റി വരുന്നത് 125 cc ആണ്. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. മാക്സിമം പവർ 9 bhp ആണ്. മാക്സിമം ടോർക്ക് വരുന്നത് 9.2 Nm ആണ്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഫിക്സഡ് ടൈപ്പ് ഫുഡ് ട്രസ്റ്റ് ആണ് വരുന്നത്. ഫുഡ് ട്രസ്റ്റിൻ്റെ ഡിസൈൻ എല്ലാം പുതിയതാണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. മെയിൻ സ്റ്റാൻഡും ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പൺ ചെയിൻ കവറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടിതാണ് ഓപ്പൺ ചെയിൻ കവറാണ്. അതുകൂടാതെ സ്ക്വയർ ടൈപ്പ് സ്വിംഗ് ആമാണ് ലഭിക്കുന്നത്. ഓറിംഗ് ഉള്ള ചെയിനാണ് ലഭിക്കുന്നത്. ഇൻബിൽറ്റ് നമുക്ക് സാരി ഗാർഡ് വരുന്നുണ്ട്. സാരി ഗാർഡിൻ്റെ പോർഷനിൽ ഫുഡ് ട്രസ്റ്റും തന്നെ വരുന്നുണ്ട്. റിയർ സൈഡ് ഫുഡ് ട്രസ്റ്റ് ആവശ്യം പോലെ ഫോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു റിയർ ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. ടയർ ഹഗ്ഗറിൻ്റെ പോർഷനിൽ തന്നെ ചെറിയൊരു ഗാർഡ് പോലെ ഒരു കവറിങ്ങും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ടയർ ഹഗ്ഗർ. നല്ല വലിപ്പമുള്ള ടയർ ഹഗ്ഗറാണ്. ഒട്ടും ചെളി തെറിക്കാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. CNGയുടെ ഒരു ബാഡ്ജിങ്ങും ടയർ ഹഗ്ഗറിൽ കൊടുത്തു. പിന്നീട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ എടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ടെയിൽ ലൈറ്റാണ്. ഫുൾ LED ടെയിൽ ലൈറ്റാണ് വരുന്നത്. വൈറ്റ് കളറിലുള്ള ഒരു അടിപൊളി റിയർ ഗ്രാബ് റെയിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു റിയർ ടെയിൽ ലൈറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. റിയർ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ബൾബാണ്. മോണോഷോക്ക് ലഭിക്കുന്നുണ്ട്. ലിങ്ക് മോണോഷോക്കാണ്. ലിങ്ക് ടൈപ്പ് മോണോഷോക്കാണ്. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചാട്ടം തീരെ ഫീൽ ചെയ്യില്ല. ബാക്ക് സൈഡ് ടയർ നല്ല വലിപ്പമുള്ള ടയറാണ്. ഞാൻ സീരീസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. 17 ഇഞ്ച് സീരീസിലുള്ള ടയറാണ്. റിയർ സൈഡ് ബ്രേക്കിനെ കുറിച്ച് പറയുമ്പോൾ 130 ഡ്രം ബ്രേക്സ് ആണ്. പക്ഷേ ASP ബ്രേക്കിംഗ് സപ്പോർട്ട് ഉണ്ട്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ സൈലൻസർ നിങ്ങൾ കണ്ടിരുന്നു പ്ലാറ്റിനയുടെ ഒക്കെ പോലെ തന്നെ സൈലൻസറാണ്. പക്ഷേ പ്ലാറ്റിനയുടെ സൈലൻസർ അല്ല. ആ ഡിസൈൻ ഏകദേശം സെയിം ആണ്. പ്ലാറ്റിനയുടെ പോലെ തന്നെ മേളിലൊരു സിൽവറിൻ്റെ ഒരു സൈലൻസർ ഷീൽഡ് വരുന്നുണ്ട്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബ്രേക്ക് പാഡൽ വരുന്നുണ്ട്. ഇൻബിൽറ്റ് കിക്കർ അവൈലബിൾ ആണ്. കിക്കറും വണ്ടിയിൽ ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീഡത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഫ്രീഡം 3 വേരിയൻ്റ് അവൈലബിൾ ആണ്. ബേസ് മോഡലാകുമ്പോൾ നിങ്ങൾക്ക് അനലോഗ് മീറ്റർ അതുപോലെ തന്നെ ഡ്രം ബ്രേക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ലഭിക്കുക. അതിന് 1,23,000 രൂപ വരും. മിഡിൽ ഓപ്ഷൻ ആകുമ്പോൾ 1,37 വരും. അതാകുമ്പോൾ നമുക്ക് ഡിജിറ്റൽ മീറ്റർ കിട്ടും. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരും. പിന്നെ ഇതുപോലെ ഫുൾ LED ലൈറ്റ്സ് കിട്ടും. അതുകൂടാതെ നമുക്ക് ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതാണ്. ഞാൻ ഈ മോട്ടോർ സൈക്കിൾ ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഓട്ടത്തിൽ നമുക്ക് ഫ്യൂല് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം ഓടിക്കഴിയുമ്പോൾ കുറച്ച് നിർത്തിയിട്ട് സ്വിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇനി അഥവാ സ്വിച്ച് ചെയ്താൽ ഫ്യൂല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ എഞ്ചിൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുകൂടി അറിയണോ. ഞാനപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വണ്ടി ഓട്ടത്തിൽ തന്നെ ഫ്യൂല് പെട്രോളും അതുപോലെ CNGയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കി. പക്ഷേ എഞ്ചിൻ്റെ സൗണ്ടിൽ യാതൊരു ചേഞ്ചും എനിക്ക് ഫീൽ ചെയ്തില്ല. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ബാക്കി പുള്ളിങ് കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ റൈഡ് റിവ്യൂ ചെയ്താൽ മാത്രമേ ഫുൾ ഡീറ്റെയിൽസ് അറിയാവൂ. അതിനുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. ഷോറൂമിൽ പെർമിഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല നമ്മുടെ JKBയിൽ. അപ്പോൾ അത് കിട്ടിയ ഉടനെ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനം സൈലൻറ്റ് സ്റ്റാർട്ടാണ്. സെൽഫ് മോട്ടറിൽ വരുന്നില്ല. നമ്മുടെ TVSൻ്റെ ചില സ്കൂട്ടേഴ്സിലെല്ലാം വരില്ലേ സ്മാർട്ട് സ്റ്റാർട്ട് എന്നൊക്കെ പറയുമ്പോൾ സ്മാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ്. സെൽഫ് മോട്ടർ പരിപാടി ഇതിലില്ല. അത് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് ബൈക്കിൽ ഈ വണ്ടിയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ വാഹനം ഇറക്കാനായിട്ട് നിങ്ങൾക്കൊരു 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാം. മാസം ഒരു 5,000 രൂപ റേഞ്ച് ആയിരിക്കും EMI വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ വാഹനം നമ്മുടെ ടൂ വീലേഴ്സിനെ കുറിച്ച് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം.